ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിധിയാസ് ഫുഡ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല നാടൻ പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. പുട്ടുപൊടി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുമ്പോൾ അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മധുരം കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ബാറ്ററായിട്ട് നമുക്കിത് കലക്കിയെടുക്കാം. ഒരുമിച്ച് മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരിക്കലും കലക്കിയെടുക്കരുത്. കാരണം ഈ ബാറ്റർ ലൂസായി പോയാൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശരിയാവത്തില്ല. അത്യാവശ്യം ദോശമാവിനേക്കാളും നല്ല കട്ടിയുള്ള മാവാണെങ്കിൽ മാത്രമേ നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഷേപ്പിന് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും കട്ടിക്ക് വേണം ബാറ്റർ ഇരിക്കാനായിട്ട്. ലൂസാക്കി ബാറ്റർ ഉണ്ടാക്കിയാൽ നമ്മൾ പഴം മുക്കി പൊരിക്കുന്ന സമയത്ത് പഴത്തിൽ അത് ഫുള്ളായിട്ട് കോട്ട് ചെയ്ത് കിട്ടത്തില്ല. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. പഴംപൊരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴുപ്പ് കുറഞ്ഞ പഴം എടുത്താൽ പഴംപൊരിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇതിനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് 2 സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു പഴം 3 സ്ലൈസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിത് തീരെ കുഞ്ഞാക്കി മുറിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നീളത്തിന് 3 സ്ലൈസാക്കിയാണ് എടുക്കുന്നത്. അങ്ങനെ എല്ലാ പഴവും ഞാനിവിടെ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ എണ്ണ ചൂടാവാൻ വച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പം നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന പഴം ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കാരണം ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്താൽ അതിൻ്റെ ഉള്ളൊന്നും വേവാതെ പെട്ടെന്ന് തന്നെ പുറഭാഗം കരിഞ്ഞു പോകും. അതേപോലെ തീരെ ലോ ഫ്ലെയിമിലിട്ടിട്ടും ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് മറ്റേ വശം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഇതൊരു കിച്ചൺ ടവലിലോട്ടോ എന്തിലോട്ടെങ്കിലും മാറ്റി കൊടുക്കണം. ശേഷം ബാക്കിയിരിക്കുന്ന പഴം കൂടി ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ പഴവും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് പഴംപൊരി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.